വളരെ ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് അല്ലെ. ഒരു കോടതി വധശിക്ഷക്ക് വിധിച്ചു കഴിഞ്ഞാൽ അവിടെ ഇടപെടാന്നുള്ളത് പരിമിതികളുണ്ട് എല്ലാവർക്കും. ഇനി എത്ര പവർഫുൾ മാൻ ആയി കഴിഞ്ഞാലും അതിലൊരു പരിമിതി ഉണ്ട്. അവിടെയാണ് കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലുകളും ബന്ധങ്ങളും യമനുമായിട്ടുള്ള ബന്ധങ്ങളും അവിടെയുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇവിടെ ഉസ്താദ് ഇടപെട്ടുകൊണ്ട് തന്നെയാണ് നമുക്ക് എന്താ പറയാ ഈ ഒരു വധശിക്ഷ മാറ്റിവെക്കാൻ സാധിച്ചത്. ഇനിയും കടമ്പകൾ കുറെ ബാക്കിയുണ്ട്. ഈ യമനു പൗരന്റെ ഫാമിലിയുമായി ബന്ധപ്പെടണം, ആ ഫാമിലി ദയാധനം സ്വീകരിക്കാൻ തയ്യാറാണോ ഒക്കെ മുമ്പിലുണ്ട്. പക്ഷേ ഉസ്താദിന്റെ ഇടപെടൽ പറയാതിരിക്കാൻ വയ്യ. സഹായം തേടി മുമ്പിൽ വരുന്ന, അല്ലെങ്കിൽ ഒരു മനുഷ്യന് എപ്പോഴാണ് സഹായം വേണ്ടത് ആ സമയത്ത് അയാളുടെ ജാതിയോ മതമോ അയാളുടെ കളറോ വിവേചനം ഒന്നും കാണിക്കാതെ ഇടപെട്ട് അയാൾക്ക് സഹായം നൽകാൻ കഴിയുന്നുണ്ടെങ്കിൽ അയാളാണ് പണ്ഡിതൻ. അയാൾ ഏത് മതത്തിൽപ്പെട്ട ആളായിക്കോട്ടെ അയാൾക്ക് സഹായം എത്തിക്കുക. ഇത് തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതാണ് കേരളം, ഇതാണ് കേരള സ്റ്റോറി. ഇതന്നെയാണ് നമുക്ക് ഈ നിമിഷത്തിൽ നമുക്കൊക്കെ പ്രാർത്ഥിക്കാനുള്ളത്. ഇതൊക്കെ ചർച്ച ഫലവത്ത് കണ്ടിട്ട് ഈ വധശിക്ഷ എന്നേക്കും റദ്ദാക്കി ആ നിമിഷപ്രിയ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ. പിന്നെ അതിന്റെ കൂടെ ഉസ്താദിന്റെ ആരോഗ്യത്തിനും ആയസ്സിനും വേണ്ടി കേരളം മൊത്തം പ്രാർത്ഥിക്കുന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ഇങ്ങനെയുള്ള പണ്ഡിതന്മാരാണ് നമ്മുടെ കേരളത്തിന് ആവശ്യം.